ടെൽ അവീവ് നഗരത്തിന് മുകളിൽ പ്രത്യക്ഷപ്പെട്ട ആയിരക്കണക്കിന് കാക്കകളുടെ ദൃശ്യങ്ങൾ ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്കും ഭീതിക്കും വഴി തുറന്നിരിക്കുകയാണ്. നഗരത്തിലെ പ്രശസ്തമായ അസ്രിയേലി ടവറുകൾക്ക് മുകളിൽ ആകാശത്തെ കറുപ്പണിയിച്ച് കാക്കക്കൂട്ടം പറക്കുന്ന ദൃശ്യങ്ങൾ മഹാവിപത്തിന്റെ സൂചനയാണെന്നാണ് പലരും വാദിക്കുന്നത്. നിലവിലെ യുദ്ധ സാഹചര്യത്തിൽ ഈ പക്ഷിക്കൂട്ടത്തിന്റെ സാന്നിധ്യം വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന് മുന്നോടിയാണെന്ന് വലിയൊരു വിഭാഗം ജനങ്ങൾ ആശങ്കപ്പെടുന്നു. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെടുത്തി ഭയാനകമായ പ്രവചനങ്ങളാണ് എക്സ് പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്നത്. പൗരാണിക വിശ്വാസങ്ങളെയും ചരിത്രപരമായ സൂചനകളെയും കൂട്ടുപിടിച്ചാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരം വാദങ്ങൾ കൊഴുക്കുന്നത്. പുരാതന റോമിൽ ആകാശത്തെ പക്ഷികളുടെ പറക്കലും അവയുടെ കരച്ചിലും നിരീക്ഷിച്ച് ഭാവി പ്രവചിച്ചിരുന്ന ഓഗേഴ്സ് എന്ന പുരോഹിതന്മാർ ഇത്തരം കൂട്ടം ചേരലുകളെ ദൈവങ്ങളുടെ സന്ദേശമായി കണ്ടിരുന്നു. പ്രധാനമായും രാഷ്ട്രീയ തീരുമാനങ്ങളും യുദ്ധങ്ങളും മാറ്റിവെക്കാൻ പോലും ഇത്തരം പക്ഷിക്കൂട്ടങ്ങളുടെ സാന്നിധ്യം അക്കാലത്ത് കാരണമായിരുന്നു. ലണ്ടൻ ടവറിലെ കാക്കകൾ അവിടെ നിന്ന് മാറിയാൽ ബ്രിട്ടീഷ് സാമ്രാജ്യം തകരുമെന്ന ഐതിഹ്യവും ഇതേ ഗണത്തിൽപ്പെടുന്ന ഒന്നാണ്. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിലെ 19-ാം അധ്യായത്തിൽ പറയുന്ന ദൈവത്തിൻ്റെ വലിയ അത്താഴത്തിനായി ആകാശപ്പറവകൾ ഒത്തുകൂടുന്ന വരികളും ഈ സംഭവവുമായി ബന്ധപ്പെടുത്തി ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. ആകാശത്ത് കറുത്ത മേഘങ്ങൾ കണക്കെ വട്ടമിട്ട് പറക്കുന്ന ഈ പക്ഷിക്കൂട്ടം നഗരവാസികളെയും ദൃശ്യങ്ങൾ കണ്ടവരെയുമെല്ലാം ഒരുപോലെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ ദൃശ്യങ്ങളിൽ അമാനുഷികമായി ഒന്നുമില്ല എന്നാണ് പക്ഷികളെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ പറയുന്നത്. ആകാശത്തെ ഈ കറുത്ത മേഘങ്ങൾ വെറും സ്വാഭാവികമായ ഒരു പ്രകൃതി പ്രതിഭാസം മാത്രമാണെന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ പക്ഷം. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ പക്ഷി ദേശാടന പാതകളിലൊന്നാണ് ഇസ്രയേലിന് മുകളിലുള്ളത്. ഓരോ വർഷവും വസന്തകാലത്ത് ഏകദേശം 50 കോടി പക്ഷികൾ ഈ പ്രദേശം കടന്നു പോകാറുണ്ട്. മാർച്ചിലെ ഈ വലിയ തോതിലുള്ള പക്ഷികളുടെ നീക്കം വസന്തകാലത്തെ പതിവ് ദേശാടനത്തിൻ്റെ ഭാഗമാണെന്നും നഗരപ്രദേശങ്ങളിലെ ശബ്ദ വ്യതിയാനങ്ങളോ കാലാവസ്ഥാ മാറ്റങ്ങളോ ഇത്തരം വലിയ കൂട്ടം ചേരലുകൾക്ക് കാരണമാകുമെന്ന് പക്ഷി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. തദ്ദേശീയരായ ഹുഡഡ് കാക്കകൾ ഈ സമയത്ത് കൂടുകൂട്ടുന്നതിനായി നഗരപ്രദേശങ്ങളിൽ വലിയ സംഘങ്ങളായി എത്താറുണ്ട്. ഇസ്രയേലിൽ പ്രത്യേകിച്ച് ഹുഡഡ് കാക്കകൾ വളരെ സാധാരണമാണ്. മാർച്ച് മാസത്തോടടുത്ത് ടെൽ അവീവ് പോലുള്ള നഗരപ്രദേശങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് കാക്കകൾ കൂട്ടത്തോടെ മാറുന്നത് സാധാരണയായി കണ്ടുവരാറുള്ളതാണെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു. ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ടെൽ അവീവിലെ ആകാശം കറുത്ത ഇരുട്ട് പോലെ കാക്കകൾ മൂടിയ ദൃശ്യങ്ങൾ സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല. യുദ്ധവും അനിശ്ചിതത്വവും നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് പ്രകൃതിയിലുണ്ടാകുന്ന ഇത്തരം അസാധാരണ മാറ്റങ്ങളെ ഭീതിയോടെ അല്ലാതെ കാണാൻ ജനങ്ങൾക്ക് സാധിക്കുന്നില്ല.